ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ നാളത്തെ ഒരു എപ്പിസോഡ് പ്രമോ നമുക്കൊന്ന് കേട്ടാലോ. അങ്ങനെ നമ്മുടെ സുനന്ദയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. നമ്മുടെ സുനന്ദ നമ്മുടെ സുധീഷിനെ കാണാനായിട്ട് ഓടി വരെയാണ്. ഓടി എത്തിക്കഴിഞ്ഞപ്പോഴോ സുനന്ദ നമ്മുടെ സുഭാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സുഭാഷിനെ കണ്ടപാടെ സുഖമാണെന്നൊക്കെ ചോദിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, വിവാഹം കഴിഞ്ഞു, ഇനി ആ ഒരു ഇതും കഴിഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ സുനന്ദ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കേണ്ട, ഞാൻ അശ്വിനെയും കൂട്ടി ഇവിടെ വന്നോട്ടെ, വിരുന്നിനായിട്ട് വന്നോട്ടെ. അങ്ങനെ സുഭാഷിനത് കേട്ടപ്പോൾ പറ്റില്ല എന്ന് എന്തായാലും പറയാൻ പറ്റില്ല. അങ്ങനെ സുഭാഷ് സുനന്ദയോടും ഭർത്താവിനോടും വൈകിട്ട് വിരുന്നിന് വരാനായിട്ട് പറയണം. കാരണം പിറ്റേ ദിവസം അവർ തിരിച്ച് പോവാണല്ലോ. അങ്ങനെ സുഭാഷ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ്. അപ്പം നമ്മുടെ നികേഷ് ഓൾറെഡി കോളേജിൽ പോയിട്ട് വന്നപ്പോൾ നമ്മുടെ സുനന്ദയും അതുപോലെ സുഭാഷും കൂടെ സംസാരിച്ച് നിൽക്കുന്ന കണ്ട് ഹരീഷിനെയും സുധീഷിനെയും ഒക്കെ വിളിച്ച് വരുത്തേണ്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ ആ ഒരു ഇത് പെട്ടെന്ന് നികേഷ് ചെയ്തത്. അപ്പോൾ എന്തായാലും യഥാർത്ഥത്തിൽ അതൊന്നുമല്ല, ഇപ്പോൾ പറഞ്ഞ് യാത്ര പോകാമെന്നൊക്കെ കരുതിയാണ്. പക്ഷേ സുനന്ദയ്ക്ക് അശ്വിനെയും കൊണ്ട് ഇവിടെ വരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പെർമിഷൻ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നമ്മുടെ സുഭാഷ് നോക്കിയപ്പോൾ എല്ലാവരും വന്നു. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നികേഷ് വിളിച്ച് പറഞ്ഞിട്ട് എല്ലാവരും വന്നേക്കണേണ്. അങ്ങനെ നികേഷ് ചോദിച്ചു, അതെ സുനന്ദേട്ടത്തെ എന്തേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അവൾ വന്നിട്ട് പോയി. അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാനിവിടെ വന്നിട്ട് കുറേ നേരമായി, നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പ്രശ്നം വല്ലതും ഉണ്ടോ സുഭാഷ് ചേട്ടാന്ന് ചോദിച്ചു. ഇല്ല, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അവൾ വന്നിട്ട് എന്നെ കണ്ടു, പിന്നെ ഇന്ന് അശ്വിനെയും കൂട്ടി വൈകിട്ട് വിരുന്നിന് വന്നോട്ടെ എന്ന് ചോദിച്ചു. വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വരണ്ട എന്ന് പറയാൻ നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. അതുകൊണ്ട് സുഭാഷ് പറഞ്ഞു അവളോടും ഹസ്ബൻഡിനോടും വരാനായിട്ട് പറയണം. അങ്ങനെ അവർക്കൊന്നും അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർക്കൊന്നും അത്രയല്ലേ, സുഭാഷ് ചേട്ടന് എന്താ പറ്റിയത്, എന്തിനാ അവളെ വീണ്ടും ഇനിയിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവൾ പോവാ, ഇനിയിപ്പോൾ വീണ്ടും എന്തിനാണ് ഇനി അവളെ വിരുന്നിനൊക്കെ വിളിക്കുന്നത്? എടാ ഇങ്ങോട്ട് വിരുന്ന് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരാൻ വേണ്ടി പറ്റില്ല, വരണ്ടെന്ന് പറയണേ എങ്ങനെയാണ്? എന്തായാലും ഞാൻ വരാൻ പറഞ്ഞു. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. കാരണം നല്ലൊരു വിരുന്ന് തന്നെ സുനന്ദയ്ക്കും ഭർത്താവിനും കൊടുക്കണം എന്നുള്ളത് നമ്മുടെ സുഭാഷ് പറയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ എന്ന് വെച്ചാൽ സുഭാഷ് എല്ലാം തീരുമാനിച്ചു. പക്ഷേ സുധീഷിനും ഹരീഷിനും നികേഷിനൊന്നും അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മുടെ നിധി പറഞ്ഞു, നിങ്ങളെ എല്ലാവരും സഹകരിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സഹകരിച്ചാൽ മതി. എന്തായാലും സുഭാഷ് ചേട്ടൻ പറഞ്ഞല്ലേ വിരുന്നിനായിട്ട്, എന്തായാലും സുനന്ദ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് വിരുന്നൊരുക്കാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ പോയി ഷോപ്പിൽ പോയി മേടിച്ചുകൊണ്ട് വന്നു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ ഫ്രൈ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, സദ്യ അതായത് ചോറും മീൻകറിയും ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും നികേഷും ഹരീഷൊക്കെ മാറി പറയുന്നുണ്ട്, എന്നാൽ ഇത് വേണ്ടിയില്ലായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം കാണാൻ നമ്മുടെ ഭാസ്കരൻ അങ്ങനെ വരെയാണ്. ഭാസ്കരൻ ആടി വരെയാണ്. അപ്പോൾ ഭാസ്കരൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാസ്കരൻ നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ഫുഡ് ഉണ്ടാക്കലും ബഹളം ഒക്കെയാണ്. അപ്പോൾ ഭാസ്കരൻ ചോദിച്ചു, ആഹാ ഇന്നെന്താണ് ഇവിടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ മറ്റും ആണോ? അപ്പോൾ നമ്മുടെ സുഭാഷ് പറഞ്ഞു, ബർത്ത്ഡേ ഒന്നും അല്ല, ഇന്ന് നമ്മുടെ സുനന്ദയും അവളുടെ ഭർത്താവും ഇവിടെ വിരുന്നിന് വരുന്നുണ്ട്. എന്തിന് വരുന്നു? ഭാസ്കരൻ അങ്ങോട്ട് ദേഷ്യം വരെയാണ്. അവളെ എന്തിനാ ഇനി ഇവിടെ വിരുന്ന് വിളിക്കുന്നത്, നിനക്ക് എന്നാ ഭ്രാന്താണോ എന്നൊക്കെ ചോദിച്ചു സുഭാഷിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. അപ്പം പറഞ്ഞു, അച്ഛാ അവൾ ഇവിടെ വന്നപ്പോൾ വിരുന്നിനായിട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ, അപ്പോൾ പിന്നെ എന്തായാലും പുതിയൊരാളല്ലേ, അപ്പോൾ അയാളും വരട്ടെ, നല്ലൊരു വിരുന്ന് ഇവിടെ തയ്യാറാക്കാമെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. നിന്നോട് എനിക്കൊന്നും പറയാനില്ല, നിനക്ക് ഭ്രാന്താണ്, എന്തിനാ ആവശ്യമില്ലാത്ത ഓരോ കേസുകളൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ സുഭാഷ് ഇനി എത്രയാണെങ്കിലും അച്ഛൻ്റെ പെങ്ങളുടെ മകളല്ലേ അത്, അപ്പോൾ അവൾക്ക് ഒരു വിരുന്ന് കൊടുത്തതിൽ വലിയ തെറ്റൊന്നുമില്ലല്ലോ, പെങ്ങളുടെ മകൾ. കാര്യം അവളും ഞാനും ഒരിടത്തു നിന്ന് തന്നെയാണ് വന്നത്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെയൊക്കെ ഭാസ്കരൻ നമ്മുടെ ലളിതയെക്കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ എന്തായാലും ആയി. അപ്പം എന്നിട്ട് ഭാസ്കരൻ്റെ അടുത്ത് സുഭാഷ് പറഞ്ഞു, അച്ഛൻ ഇത്രയും ദേഷ്യപ്പെടണ്ട, അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ അച്ഛൻ പോയിട്ട് അവർ പോയി കഴിഞ്ഞിട്ട്
അച്ഛൻ ഇങ്ങോട്ട് വന്നാൽ മതി. സാധാരണ അങ്ങനെയാണല്ലോ, അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ അച്ഛൻ ഇറങ്ങിപ്പോവും. എന്നിട്ട് അവരൊക്കെ പോയി കഴിയുമ്പോൾ അച്ഛൻ വരും. അച്ഛന് താല്പര്യം ഉണ്ടെങ്കിൽ അച്ഛൻ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭാസ്കർ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ ഹരീഷ് പറയും, ഈ ഒരു സ്മാർട്ട്നെസ് അന്ന് രാത്രി സുനന്ദയെ വിവാഹം കഴിക്കാൻ നേരത്ത് സുഭാഷ് ഏട്ടൻ കാണിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് നമ്മുടെ ഹരീഷ് പറയും. അപ്പം നമ്മുടെ സുഭാഷ് പറയും, എടാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കതിന് പറ്റിയില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടും കാര്യമില്ലല്ലോ, കഴിയേണ്ടത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മുടെ സുഭാഷ് ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ നികേഷിനെ കൂടെ കൂട്ടണു, നിധി ഹെൽപ്പ് ചെയ്യണു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അവരൊരു സദ്യ, നല്ലൊരു വിരുന്ന് തന്നെ തയ്യാറാക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ സുനന്ദയുടെ വീട്ടിലാണെങ്കിൽ സുനന്ദ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് ഒരുങ്ങി റെഡി ആവുകയാണ്. കാര്യം വേറൊന്നുമല്ല, ഇന്ന് സുഭാഷ് ചേട്ടൻ്റെ വീട്ടിൽ വിരുന്നിനായിട്ട് പോവല്ലേ, അപ്പോൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ലളിതയും നമ്മുടെ സുനന്ദയുടെ അച്ഛനൊക്കെ നമ്മുടെ സുനന്ദയ്ക്ക് കൊണ്ടുപോകാനുള്ള, വീട്ടിൽ നാളെ പോവാണല്ലോ, അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി തയ്യാറാക്കി വെക്കുകയാണേ. അപ്പോൾ സുനന്ദ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലളിത ചോദിച്ചു, അല്ല നീ ഇതെന്നാ ഒരുങ്ങിയൊക്കെ നിൽക്കണേ, എവിടെ പോകാമെന്ന് ചോദിച്ചു. അതെ, ഞാൻ സുഭാഷ് ചേട്ടൻ്റെ വീട്ടിൽ പോകണു. അത് കേട്ടപ്പോൾ ലളിത അങ്ങ് ഷോക്കായി പോണു. സുഭാഷ് ഏട്ടൻ്റെ വീട്ടിലോ, എന്തിനു പോണു നീ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സുഭാഷ് ഏട്ടൻ വിരുന്ന് വിളിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സുഭാഷ് ഏട്ടൻ ഞങ്ങൾ ഇങ്ങോട്ട് വിരുന്ന് വിളിച്ചതല്ല, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഇന്ന് ഞാനും അശ്വിനും കൂടെ വൈകിട്ട് വിരുന്നിനായിട്ട് പോവാണെന്ന് പറയാം. അപ്പോൾ ലളിത പറഞ്ഞു, അതെ, അടങ്ങി ഒതുങ്ങി വീട്ടിനകത്തിരുന്നോണം, നീ എന്ത് ഭാവിച്ചാ, നീ ഇന്നൊരു കല്യാണം കഴിഞ്ഞ് നിൻ്റെ കഴുത്തിലൊരു താലിയുണ്ട്, അത് നീ മറക്കണ്ട എന്നിങ്ങനെ പറയണം. അതേസമയം സുനന്ദ പറഞ്ഞു, അതെ അമ്മ എന്നെ ഭരിക്കാനൊന്നും നിൽക്കണ്ട, ഇപ്പം എൻ്റെ കാര്യങ്ങൾ നോക്കാനും എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനും അശ്വിനുണ്ട്, അമ്മയുടെ ഭരണമൊക്കെ അങ്ങ് നിർത്തിയരെന്ന് പറയും. അപ്പോൾ പറയും, എന്നാൽ നീ ഒന്ന് പോണ കാണുള്ളൂടി, നിൻ്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സുനന്ദ പറഞ്ഞു, അതെ വലിയ രീതിയിൽ ഇങ്ങോട്ട് വലിയ ഇതെടുക്കാനായിട്ട് വരണമെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ അശ്വിൻ്റെ അടുത്തൊക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. ഞാനും സുഭാഷ് ഏട്ടനും തമ്മിലുള്ള ബന്ധവും അതോടൊപ്പം തന്നെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണ തലേ ദിവസം ഞാൻ അവിടെ പോയെന്നും അമ്മയും അച്ഛനും സുഭാഷ് ഏട്ടൻ്റെ കാലേ പിടിച്ചിട്ടാണ് സുഭാഷ് ഏട്ടൻ എന്നെ താലി കെട്ടാണ്ട് നിങ്ങളെ കൂടെ പറഞ്ഞു വിട്ടേന്നുള്ള കഥയൊക്കെ ഞാനങ്ങ് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ലളിതയും സുനന്ദയുടെ അച്ഛനൊക്കെ അങ്ങ് ഞെട്ടിത്തെറിക്കുകയാണ്. കാരണം എത്രയാണ് പറഞ്ഞിരുന്നാലും സുനന്ദ രണ്ടും കൽപ്പിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഭാവി വേണം എന്നൊന്നുമില്ല, അതുകൊണ്ട് ഇത് പറഞ്ഞ് എൻ്റെ ഭാവി അങ്ങ് പോകണമെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് അത്ര വലിയ നിങ്ങൾ എന്നെ ഭരിക്കാനും അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ചിട്ടാവട്ടത്തിനൊന്നും എന്നെ കിട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അവസാനം ലളിതയും നമ്മുടെ സുനന്ദയുടെ അച്ഛനൊക്കെ പൂട്ടിയാണ് കായി പോവാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അശ്വിൻ ഇറങ്ങി വരികയാണ്, നമുക്ക് പോവാം റെഡിയായിട്ട്. അപ്പോൾ നിൽക്കുകയല്ല. അപ്പോൾ അശ്വിൻ്റെ അടുത്ത് പറയും, അല്ല മോനെ നീ റെസ്റ്റൊക്കെ എടുത്തോ നന്നായിട്ട്. ഞാൻ റെസ്റ്റൊക്കെ എടുത്തു അങ്ങളെ, എന്തായാലും ഇന്നിപ്പോൾ അവളുടെ കസിൻ്റെ വീട്ടിൽ, അവിടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ ഇന്നിപ്പോൾ വിരുന്നിന് വിളിച്ചേക്കല്ലേ, ആദ്യമായിട്ട് വിളിച്ചല്ലേ, പോവാണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ സുനന്ദയും നമ്മുടെ അശ്വിനും ഒക്കെ ചേർന്നിട്ട് ആ വിരുന്നിനായിട്ടൊക്കെ ഇങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളാണ്. ഇതേ സമയം നമ്മുടെ സുഭാഷിൻ്റെ വീട്ടിൽ സുഭാഷ് നല്ല ഉത്സാഹത്തോടു കൂടി, അപ്പോൾ എല്ലാവരും നോക്കുകയാണ് കേട്ടോ സുഭാഷിൻ്റെ ആ ഒരു സന്തോഷവും. എന്ന് വെച്ചാൽ തനിക്ക് വേണ്ടപ്പെട്ടവളാണ് സുനന്ദ, അവൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വിരുന്ന് തന്നെ ഒരുക്കണം. അവളും അവളുടെ ഭർത്താവും ആദ്യമായിട്ട് എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് സ്വന്തം കാമുകൻ തന്നെ കാമുകിക്കും കാമുകിയുടെ ഭർത്താവിനും വേണ്ടിയിട്ട് വിരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അത് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരു ഉത്സാഹത്തോടെ തന്നെയാണ് നമ്മുടെ സുഭാഷ് വിരുന്നൊക്കെ ഒരുക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ നികേഷിൻ്റെ അടുത്തും കൂടെ പറയുന്നുണ്ട്, എടാ നീയും കൂടെ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക, നീയും കൂടെ ഒന്ന് കൂടിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ നികേഷ് പറയുന്നുണ്ട്, ആയിക്കോട്ടെ എന്തായാലും ഞാനും കൂടെ അങ്ങനെ നിധിയും നികേഷും എല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു വിരുന്ന് തന്നെ നമ്മുടെ സുനന്ദയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ്. ഇതേ സമയം ഹരീഷും നമ്മുടെ സുധീഷിനും കൂടെ ഭ്രാന്ത് പിടിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ കാര്യമില്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ കിടന്ന് കാണിക്കണത്. അന്ന് ആ ഒരു രാത്രി സുഭാഷ് ഏട്ടൻ ഒരു തീരുമാനം എടുത്തിരുന്നു എങ്കിൽ ഇന്നൊരു പക്ഷേ സുനന്ദ ഈ വീട്ടിലെ മരുമകളായിട്ട് അവരുടെ ഏട്ടത്തിയമ്മയായിട്ട് ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു തൻ്റെ ഇടം സുഭാഷ് കാണിച്ചതുമില്ല. ആകെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയൽ ഏത് രീതിയിൽ ഏത് ട്വിസ്റ്റിലൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രോ പ്രൊമോയാണ് ഞാൻ പറയുന്നത്. നാളെ വരുന്ന എപ്പിസോഡിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കേൾക്കുക.
കേട്ടാൽ മാത്രം പോരാ കേട്ടോ, ഒരു ലൈക്ക് അതിനോടൊപ്പം തന്നെ ഒരു ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ കേൾക്കുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഞാനും പറയാണ്. എല്ലാവരും നല്ല സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. എല്ലാവരുടെ അടുത്തും ഒരിക്കൽ കൂടി ബൈ ബൈ പറയുന്നത് നിർത്തുന്നു കേട്ടോ. അപ്പോൾ അടുത്ത പ്രൊമോയിൽ നമുക്ക് വീണ്ടും കാണാം.